കറിക്ക് സാധാരണ ഇടുന്ന കണക്ക് തന്നെ കറിക്ക് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. ആദ്യം എണ്ണ ചൂടായതിനു ശേഷം കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ എന്തിട്ട് പുണ്യേ മുളക്, അത് പെട്ടെന്ന് കിട്ടാനായിട്ട് ഉപ്പ്, നമ്മളൊന്ന് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇത്തിരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി, അതായത് നമ്മൾ മീൻ എടുക്കുന്നതിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് മതി. 2-3 പേരേ ഉള്ളൂ, വളരെ കുറച്ച് മതി. അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, അതിനൊക്കെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അതൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന പുളിയുടെ വെള്ളം വീഴ്ത്തി കൊടുക്കാം. പുളി നന്നായിട്ട് നേരത്തെ തന്നെ കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുടംപുളി ഇടുന്നവർക്ക് കുടംപുളി ഇടാം. ഞാൻ അല്ലാതെ സാധാ വാളംപുളിയാണ് ഇട്ടത്. ഇനി ഈ വെള്ളം നന്നായിട്ട് ഒന്ന് പുളിവെള്ളം ഈ ഗ്രേവിയും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടാൽ മതി കേട്ടോ. നല്ല മുളക് പൊടി മൂത്തിപ്പം നന്നായിട്ട് ചുമ വരണുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് നോക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ എപ്പോഴും ഇടുന്നത് പോലെ തന്നെ മീൻ ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല കളറായിട്ട് കിട്ടും. കണ്ടോ, നന്നായിട്ട് അത് വരും. അപ്പം അതിൻ്റെ ആ മുകളിലുള്ള കറുത്ത പാടെല്ലാം പോവും. അപ്പോൾ ഓരോ മീനും നമുക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അപ്പോഴേക്കും നമ്മൾ കറി എന്ത് ചെയ്യും പുണ്യേ, നന്നായിട്ട് തിളച്ച് വരും അല്ലേ. ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നമ്മൾ കുറച്ച് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലുത് വേണ്ട. അതുകൊണ്ട് നമ്മൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ കരിമീൻ അധികം വേവൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് 5 മിനിറ്റ് കൂടെ ആയി കഴിയുമ്പോൾ അത് വെന്ത് വരും. ഇത് കണ്ട് കൊതി നോക്കിയാണ് പുണ്യ നിൽക്കണത്. എന്നിട്ട് വേണം പുണ്യ കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഇത്രയും വെക്കൂല, ഇന്ന് കുറച്ച് അധികം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഫ്രൈ ചെയ്യണമായിരിക്കും, പക്ഷെ എനിക്ക് കൂടുതലും കറിയായിട്ട് ഇങ്ങനെ ഗ്രേവി ആയിട്ട് കഴിക്കുന്നതിന് ഇഷ്ടം. പുണ്ണിക്ക് ഇങ്ങനെയാണ് കഴിക്കുന്ന ഇഷ്ടം, ഫ്രൈ ചെയ്യണതാണ് ഇഷ്ടം. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു എടുക്കുക, ഒഴിക്കാതെ എടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കിനി എടുക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേങ്ങാപ്പാലയും മുകളിലോട്ട് വീത്തി കൊടുക്കാം. വീത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, അതിന് പകരമായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പം അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മൾ ഉലുവ സാധാരണ എല്ലാവരും ഉലുവ ഇടുന്നത് കുറച്ച് നേരത്തെ ഇടും. കടുക് വറുക്കുന്ന സമയത്ത് ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉലുവ പൊടിയാണ് എടുക്കണം. അതുകൊണ്ട് തന്നെ കറി ഏകദേശം ഒന്ന് തിളയ്ക്കാറാവുമ്പോഴാണ് സാധാരണ ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, എന്നാലും എനിക്ക് നന്നായിട്ട് ആ ഫ്ലേവർ ഉലുവയുടെ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് തോന്നും. നമുക്ക് ഇതെങ്ങനെ ആയി നോക്കാം. അടച്ചു വെച്ചേക്കുമായിരുന്നു, തുറന്നപ്പോഴേക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കറി ഒന്നും ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് എടുത്തോളൂ. എനിക്കിപ്പോൾ തേങ്ങാപ്പാൽ അധികം ഒഴിക്കണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് അതിനോട്ട് ഒഴിക്കാം. തേങ്ങാപ്പാൽ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ മീൻ അങ്ങനെ ഇരിക്കത്തില്ല, പെട്ടെന്ന് ചെയ്യും. എന്ന് വെച്ചാൽ 2 ദിവസത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചിലപ്പോൾ ഇതിനകത്ത് നാളെ 2 ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പറ്റും. തേങ്ങാപ്പാൽ ഇല്ലാതെയും നന്നായിട്ടിരിക്കും. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര വരെ ആയതിനു ശേഷം പിന്നീട് ഒന്ന് കറിവേപ്പില ഇട്ട് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴേക്കും കഴിഞ്ഞു, മീൻ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വീത്തിയാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ വീത്തണില്ല. എന്നിട്ട് നമുക്ക് ഇനി അധികം വെക്കണ്ട, ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കാം. ഇത്രയും അപ്പോഴേക്കും ഇപ്പം പിന്നെ നമുക്ക് കഴിക്കാം അല്ലേ പുണ്ണി?